കാരുണ്യ ഫിനാൻസ് മീഡിയയുടെ ഇന്നത്തെ വീഡിയോയിൽ വിദേശത്തായിരുന്ന സമയത്ത് നമ്മുടെ സ്വകാര്യ വസ്തുവിൽ മറ്റൊരാൾ അനധികൃതമായി കയറി താമസിച്ചാൽ അവരെ നിയമപരമായി എങ്ങനെ ഒഴിപ്പിക്കാം എന്ന വിശദമായ വിവരങ്ങളാണ് പറയുന്നത്. നമ്മൾ വസ്തുവിന്റെ നിയമപരമായ ഉടമ ആണെങ്കിൽ അവിടെ മറ്റൊരാൾ നമ്മുടെ അനുമതി ഇല്ലാതെ താമസിക്കുന്നത് ട്രസ്പാസ് അഥവാ അനധികൃത കയ്യേറ്റം ആണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ റെഡി ആക്കുക എന്നതാണ്. പട്ടയം, ടൈറ്റിൽ ഡീഡ്, ടാക്സ് റെസീറ്റ്, പോസ്റ്റൻ സർട്ടിഫിക്കറ്റ്, ഇലക്ട്രിസിറ്റി വാട്ടർ ബിൽ പോലുള്ള രേഖകൾ ഇതിൽ ഉൾപ്പെടും. വിദേശത്തായിരുന്നുവെന്ന തെളിവായി പാസ്പോർട്ട്, എൻട്രി സ്റ്റാമ്പ്, വിസ ഡോക്യുമെന്റുകൾ സൂക്ഷിക്കണം. അടുത്ത പടി പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ ഒരു ലിഖിത പരാതി നൽകുക എന്നതാണ്. ഇത് ക്രിമിനൽ ട്രസ്പാസ് ആയതിനാൽ പോലീസിന് പ്രാഥമിക നടപടി എടുക്കാൻ അവകാശമുണ്ട്. പോലീസ് പരാതിയോടൊപ്പം വസ്തു നമ്മുടേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അറ്റാച്ച് ചെയ്യണം. പോലീസ് നടപടിയിൽ മാത്രം ഒഴിപ്പിക്കൽ സാധ്യമാകുന്നില്ലെങ്കിൽ അടുത്ത ഘട്ടം സിവിൽ കോടതിയെ സമീപിക്കലാണ്. ഇൻജങ്ഷൻ സ്യൂട്ട് അഥവാ ഇവിക്ഷൻ സ്യൂട്ട് ഫയൽ ചെയ്ത് കോടതി ഉത്തരവ് വാങ്ങണം. കോടതി ഉത്തരവ് ലഭിച്ചാൽ ബെയിലിഫ് പോലീസിന്റെ സഹായത്തോടെ അനധികൃത താമസക്കാരനെ ഒഴിപ്പിക്കും. കേരളത്തിൽ നിലവിലുള്ള ലാൻഡ് കൺസർവൻസി ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, സിവിൽ പ്രൊസീജിയർ കോഡ് എന്നിവ ഇത്തരം കേസുകളിൽ പ്രധാനമാണ്. സ്വന്തമായി ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്കെതിരെ കേസായി മാറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിയമവഴി മാത്രമേ നടപടി എടുക്കാവൂ. നമ്മൾ വസ്തു വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്നും ലൈസൻസ് ഉടമ്പടി ഇല്ലെന്നും തെളിയിക്കേണ്ടതും വളരെ പ്രധാനമാണ്. വാടക കരാർ ഇല്ലാതെ ദീർഘകാലം താമസിച്ചുവെന്ന് വാദിച്ചാൽ കേസിന്റെ ദൈർഘ്യം കൂടാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നടപടി എടുക്കുക എന്നതാണ് ഉത്തമം. നമ്മുടെ സ്വത്ത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ നിയമം നമ്മുടെ വശത്താണ്. വിവരം അറിഞ്ഞ് നടപടി എടുക്കുക എന്നതാണ് കാരുണ്യ ഫിനാൻസ് മീഡിയ നിങ്ങളോട് പറയുന്നത്.